പ്രിയ സ്നേഹിതരെ, നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ അതിരുകൾ വിസ്തൃതമാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ അതിരുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അറിവിൻ്റെ അതിരുകൾ, നമ്മളുടെ കരിയറിൻ്റെ അതിരുകൾ, നമ്മളുടെ സമ്പത്തിൻ്റെ അതിരുകൾ, ആരോഗ്യത്തിൻ്റെ അതിരുകൾ, വ്യക്തിബന്ധങ്ങളുടെ, കുടുംബ ബന്ധങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കുവാനായിട്ട് ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ഇന്ന് സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന തിരുവചനം വിശുദ്ധ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യമാണ്. ഈ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഈ എളിയവർക്ക് ചെയ്ത നന്മകളെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പലപ്പോഴും ഉപമകളായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ ഉപമകളിലൂടെ അദ്ദേഹം പറയുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. ഈ 25-ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം, എങ്ങനെ വിവേകമുള്ളവരായിരിക്കണമെന്ന് 10 കന്യകമാരുടെ ഉപമകളിലൂടെ ആ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് രീതിയിലാണ് അധ്വാനിക്കേണ്ടത് എന്ന് താലന്തുകളുടെ ഉപമകളിലൂടെയും സംസാരിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്, നമ്മൾ ദൈവത്തിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മളുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർ, നമ്മളുടെ ചുറ്റും പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ, നമുക്ക് ചുറ്റും രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുമെങ്കിൽ സാധിക്കുന്ന വിധം നമ്മളവരെ സഹായിക്കുവാൻ ബാധ്യസ്ഥരാണ്. നമ്മൾക്ക് സമ്പത്ത് കൊടുത്ത് സഹായിക്കാൻ സാധിക്കത്തില്ല എങ്കിൽ നമുക്ക് ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ ആ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? നമ്മൾ ദൈവത്തിന് ഒരുപാട് ദാനങ്ങൾ കൊടുക്കും, നമ്മൾ ദൈവാലയത്തിൽ കൊണ്ടുപോയിട്ട് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ചുറ്റും ദൈന്യതയോടുകൂടി ജീവിക്കുന്നവരുടെ ജീവിതം കണ്ടില്ല എന്നാണ് നമ്മൾ നടിക്കുന്നതെങ്കിൽ നമ്മളുടെ നേർച്ച കാഴ്ചകൾക്ക് യാതൊരു പ്രതിഫലവുമില്ല, അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. കരുണയാണ് എനിക്ക് വേണ്ടുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിയ യേശുനാഥൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എളിയ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുവാനായിട്ട്, ഇതൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നാളെ കാണാം.